ഇംഗ്ലീഷ് മലയാളം ഡിക്ഷണറിയിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ദൈനംദിന ജീവിതത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന കുറച്ച് ഇംഗ്ലീഷ് വാചകങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിചയപ്പെടാൻ പോകുന്നത്. ആ വാചകങ്ങൾ വൺ ബൈ വൺ ആയിട്ട് നമുക്ക് പരിചയപ്പെടാം. അവൾക്ക് 3 വ്യത്യസ്ത ഭാഷകൾ ഒഴുക്കോടെ സംസാരിക്കാൻ കഴിയും. ഷീ ഈസ് ഏബിൾ ടു സ്പീക്ക് 3 ഡിഫറെൻറ്റ് ലാംഗ്വേജസ് ഫ്ലുവൻലി. വ്യത്യസ്തമായ എന്ന വാക്കിന് ഇംഗ്ലീഷിലാണ് ഡിഫറെൻറ്റ്. ഭാഷകൾ ലാംഗ്വേജസ്. ഒഴുക്കോടെ ഫ്ലുവൻലി. സംസാരിക്കുക സ്പീക്ക്. കഴിയുക ഏബിൾ. ഷീ ഈസ് ഏബിൾ ടു സ്പീക്ക് 3 ഡിഫറെൻറ്റ് ലാംഗ്വേജസ് ഫ്ലുവൻലി. അവൾക്ക് 3 ഭാഷകൾ ഒഴുക്കോടെ സംസാരിക്കാൻ കഴിയും. സങ്കീർണമായ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ കഴിവ് എല്ലാവരെയും അത്ഭുതപ്പെടുത്തി. ഹിസ് എബിലിറ്റി ടു സോൾവ് കോംപ്ലക്സ് പ്രോബ്ലംസ് അമേസ്ഡ് എവ്രി വൺ. സങ്കീർണമായ പ്രശ്നങ്ങൾ കോംപ്ലക്സ് പ്രോബ്ലംസ്. സങ്കീർണമായ കോംപ്ലക്സ്. പ്രശ്നങ്ങൾ പ്രോബ്ലംസ്. പരിഹരിക്കുക സോൾവ്. കഴിവ് എബിലിറ്റി. എല്ലാവരും എവ്രി വൺ. അത്ഭുതപ്പെടുത്തുക അമേസ്. അത്ഭുതപ്പെടുത്തി അമേസ്ഡ്. ഹിസ് എബിലിറ്റി ടു സോൾവ് കോംപ്ലക്സ് പ്രോബ്ലംസ് അമേസ്ഡ് എവ്രി വൺ. സങ്കീർണമായ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ കഴിവ് എല്ലാവരെയും അത്ഭുതപ്പെടുത്തി. പുതിയ ജോലിക്ക് ഫലപ്രദമായി ഒന്നിലധികം കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവ് ആവശ്യമാണ്. ദ ന്യൂ ജോബ് റിക്വയർസ് ദ എബിലിറ്റി ടു മൾട്ടി ടാസ്ക് എഫക്റ്റീവ്ലി. പുതിയ ജോലി ന്യൂ ജോബ്. പുതിയ ന്യൂ. ജോലി ജോബ്. ഫലപ്രദമായി എഫക്റ്റീവ്ലി. ഒന്നിലധികം കാര്യങ്ങൾ മൾട്ടി ടാസ്ക്. കഴിവ് എബിലിറ്റി. ദ ന്യൂ ജോബ് റിക്വയർസ് ദ എബിലിറ്റി ടു മൾട്ടി ടാസ്ക് എഫക്റ്റീവ്ലി. പുതിയ ജോലിക്ക് ഫലപ്രദമായി ഒന്നിലധികം കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവ് ആവശ്യമാണ്. അവൾക്ക് പുതിയ കഴിവുകൾ വേഗത്തിൽ പഠിക്കാനുള്ള മികച്ച കഴിവുണ്ട്. ഷീ ഹാസ് എ ഗ്രേറ്റ് എബിലിറ്റി ടു ലേൺ ന്യൂ സ്കിൽസ് ക്വിക്ക്ലി. പുതിയ കഴിവുകൾ ന്യൂ സ്കിൽസ്. വേഗത്തിൽ ക്വിക്ക്ലി. പഠിക്കുക ലേൺ. മികച്ച കഴിവ് ഗ്രേറ്റ് എബിലിറ്റി. മികച്ച ഗ്രേറ്റ്. കഴിവ് എബിലിറ്റി. ഷീ ഹാസ് എ ഗ്രേറ്റ് എബിലിറ്റി ടു ലേൺ ന്യൂ സ്കിൽസ് ക്വിക്ക്ലി. അവൾക്ക് പുതിയ കഴിവുകൾ വേഗത്തിൽ പഠിക്കാനുള്ള മികച്ച കഴിവുണ്ട്. അസാധാരണമായ ഹൃദയമിടിപ്പ് ഒരു രോഗത്തിൻ്റെ ലക്ഷണമാകാമെന്ന് ഡോക്ടർ പറഞ്ഞു. ദ ഡോക്ടർ സെഡ് ദാറ്റ് ആൻ അബ്നോർമൽ ഹാർട്ട് ബീറ്റ് കുഡ് ബി എ സൈൻ ഓഫ് ഇൽനെസ്. അസാധാരണമായ അബ്നോർമൽ. ഹൃദയമിടിപ്പ് ഹാർട്ട് ബീറ്റ്. രോഗം ഇൽനെസ്. ലക്ഷണം സൈൻ. The doctor said that an abnormal heartbeat could be a sign of illness. അസാധാരണമായ ഹൃദയമിടിപ്പ് ഒരു രോഗത്തിൻ്റെ ലക്ഷണമാകാമെന്ന് ഡോക്ടർ പറഞ്ഞു. വേനൽക്കാലത്ത് ഈ പ്രദേശത്ത് മഞ്ഞുവീഴ്ച അസാധാരണമാണ്. ഇറ്റ് ഈസ് അബ്നോർമൽ ഫോർ ദിസ് റീജിയൻ ടു ഹാവ് സ്നോ ഇൻ സമ്മർ. വേനൽക്കാലം എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് സമ്മർ. പ്രദേശം റീജിയൻ. മഞ്ഞുവീഴ്ച സ്നോ. അസാധാരണം abnormal. It is abnormal for this region to have snow in summer. വേനൽക്കാലത്ത് ഈ പ്രദേശത്ത് മഞ്ഞുവീഴ്ച അസാധാരണമാണ്. അദ്ദേഹത്തിൻ്റെ പെട്ടെന്നുള്ള കോപം തികച്ചും അസാധാരണമായിരുന്നു. His sudden outburst of anger was quite abnormal. പെട്ടെന്നുള്ള കോപം sudden outburst of anger. പെട്ടെന്നുള്ള sudden. കോപം anger. തികച്ചും ക്വയറ്റ്. അസാധാരണം അബ്നോർമൽ. ഹിസ് സഡൻ ഔട്ട്ബേസ്റ്റ് ഓഫ് ആങ്കർ വാസ് ക്വയറ്റ് അബ്നോർമൽ. അദ്ദേഹത്തിൻ്റെ പെട്ടെന്നുള്ള കോപം തികച്ചും അസാധാരണമായിരുന്നു. ഈ ബഹളമുള്ള സ്ഥലത്ത് എനിക്ക് അധിക നേരം നിൽക്കാൻ കഴിയില്ല. ഐ കനോട്ട് അബൈഡ് ഇൻ ദിസ് നോയ്സി പ്ലേസ് ഫോർ ടു ലോങ്. ബഹളമുള്ള സ്ഥലം നോയ്സി പ്ലേസ്. അധിക നേരം ടു ലോങ്. നിൽക്കുക അബൈഡ്. കഴിയില്ല കനോട്ട്. ഐ കനോട്ട് അബൈഡ് ഇൻ ദിസ് നോയ്സി പ്ലേസ് ഫോർ ടു ലോങ്. ഈ ബഹളമുള്ള സ്ഥലത്ത് എനിക്ക് അധിക നേരം നിൽക്കാൻ കഴിയില്ല. വേനൽക്കാലത്ത് അവൾ തൻ്റെ അപ്പൂപ്പൻ്റെയും അമ്മൂമ്മയുടെയും കൂടെ താമസിക്കാൻ തീരുമാനിച്ചു. ഷീ ഡിസൈഡഡ് ടു അബൈഡ് വിത്ത് ഹെർ ഗ്രാൻഡ് പേരൻസ് ഫോർ ദ സമ്മർ. വേനൽക്കാലം സമ്മർ. അപ്പൂപ്പനും അമ്മൂമ്മയും ഗ്രാൻഡ് പേരൻസ്. താമസിക്കുക അബൈഡ്.
തീരുമാനിക്കുക, ഡിസൈഡ്. തീരുമാനിച്ചു, ഡിസൈഡഡ്. ഷീ ഡിസൈഡഡ് ടു അബൈഡ് വിത്ത് ഹെർ ഗ്രാൻഡ് പേരൻസ് ഫോർ ദ സമ്മർ. വേനൽക്കാലത്ത് അവൾ തൻ്റെ അപ്പൂപ്പൻ്റെയും അമ്മൂമ്മയുടെയും കൂടെ താമസിക്കാൻ തീരുമാനിച്ചു. സമാധാനപരമായ ജീവിതത്തിനായി അദ്ദേഹം ഗ്രാമപ്രദേശത്ത് താമസിക്കാൻ തീരുമാനിച്ചു. ഹി ചോസ് ടു അബൈഡ് ഇൻ ദ കൺട്രി സൈഡ് ഫോർ എ പീസ്ഫുൾ ലൈഫ്. സമാധാനപരമായ, പീസ്ഫുൾ ജീവിതം, ലൈഫ്. ഗ്രാമപ്രദേശം, കൺട്രി സൈഡ്. താമസിക്കുക, അബൈഡ്. തീരുമാനിച്ചു, ചോസ് ഓർ ഡിസൈഡഡ്. ഹി ചോസ് ടു അബൈഡ് ഇൻ ദ കൺട്രി സൈഡ് ഫോർ എ പീസ്ഫുൾ ലൈഫ്. സമാധാനപരമായ ജീവിതത്തിനായി അദ്ദേഹം ഗ്രാമപ്രദേശത്ത് താമസിക്കാൻ തീരുമാനിച്ചു. നീ സ്കൂളിൻ്റെ നിയമങ്ങൾ പാലിക്കണം. യു മസ്റ്റ് അബൈഡ് ബൈ ദ റൂൾസ് ഓഫ് ദ സ്കൂൾ. നിയമങ്ങൾ, റൂൾസ്. പാലിക്കുക അല്ലെ അനുസരിക്കുക, അബൈഡ് ബൈ. യു മസ്റ്റ് അബൈഡ് ബൈ ദ റൂൾസ് ഓഫ് ദ സ്കൂൾ. നീ സ്കൂളിൻ്റെ നിയമങ്ങൾ പാലിക്കണം. കരാറിലെ നിബന്ധനകൾ പാലിക്കുമെന്ന് കമ്പനി വാഗ്ദാനം ചെയ്തു. The company promised to abide by the terms of the contract. കരാർ, കോൺട്രാക്ട്. നിബന്ധനകൾ, ടേംസ്. പാലിക്കുക, അബൈഡ് ബൈ. വാഗ്ദാനം ചെയ്യുക, പ്രോമിസ്. വാഗ്ദാനം ചെയ്തു, പ്രോമിസ്ഡ്. The company promised to abide by the terms of the contract. കരാറിലെ നിബന്ധനകൾ പാലിക്കുമെന്ന് കമ്പനി വാഗ്ദാനം ചെയ്തു. ഉത്തരവാദിത്തമുള്ള പൗരന്മാരെന്ന നിലയിൽ നമ്മൾ നിയമങ്ങൾ പാലിക്കണം. ആസ് റെസ്പോൺസിബിൾ സിറ്റിസൺസ് വി ഷുഡ് അബൈഡ് ബൈ ദ ലോ. ഉത്തരവാദിത്തമുള്ള, റെസ്പോൺസിബിൾ. പൗരന്മാർ, സിറ്റിസൺസ്. നിയമം, ലോ. പാലിക്കുക അല്ലെങ്കിൽ അനുസരിക്കുക, അബൈഡ് ബൈ. ആസ് റെസ്പോൺസിബിൾ സിറ്റിസൺസ് വി ഷുഡ് അബൈഡ് ബൈ ദ ലോ. ഉത്തരവാദിത്തമുള്ള പൗരന്മാരെന്ന നിലയിൽ നമ്മൾ നിയമം പാലിക്കണം. വീടുകൾ നഷ്ടപ്പെട്ടതിനെ തുടർന്ന് അഭയാർത്ഥികൾ കടുത്ത ദാരിദ്ര്യത്തിലാണ് ജീവിച്ചിരുന്നത്. ദ റെഫ്യൂജീസ് ലിവ്ഡ് ഇൻ ആബ്ജെക്റ്റ് പോവർട്ടി ആഫ്റ്റർ ലൂസിംഗ് ദെയർ ഹോംസ്. വീടുകൾ, ഹോംസ്. നഷ്ടപ്പെടുക, ലൂസ്. അഭയാർത്ഥികൾ, റെഫ്യൂജീസ്. കടുത്ത ദാരിദ്ര്യം, ആബ്ജെക്റ്റ് പോവർട്ടി. കടുത്ത, ആബ്ജെക്റ്റ്. ദാരിദ്ര്യം, പോവർട്ടി. ജീവിക്കുക, ലിവ്. ജീവിച്ചു, ലിവ്ഡ്. ദ റെഫ്യൂജീസ് ലിവ്ഡ് ഇൻ ആബ്ജെക്റ്റ് പോവർട്ടി ആഫ്റ്റർ ലൂസിംഗ് ദെയർ ഹോംസ്. വീടുകൾ നഷ്ടപ്പെട്ടതിനെ തുടർന്ന് അഭയാർത്ഥികൾ കടുത്ത ദാരിദ്ര്യത്തിലാണ് ജീവിച്ചിരുന്നത്. അവൻ്റെ ദുഃഖകരമായ ക്ഷമാപണം അയാൾക്ക് എത്രമാത്രം കുറ്റബോധം തോന്നിയെന്ന് വ്യക്തമാക്കുന്നു. ഹിസ് ആബ്ജെക്റ്റ് അപ്പോളജി ഷോഡ് ഹൗ ഗിൽറ്റി ഹി ഫെൽറ്റ്. ദുഃഖകരമായ, ആബ്ജെക്റ്റ്. ക്ഷമാപണം, അപ്പോളജി. എത്രമാത്രം, ഹൗ. കുറ്റബോധം, ഗിൽറ്റി. തോന്നി, ഫെൽറ്റ്. വ്യക്തമാക്കി, ഷോഡ്. ഹിസ് ആബ്ജെക്റ്റ് അപ്പോളജി ഷോഡ് ഹൗ ഗിൽറ്റി ഹി ഫെൽറ്റ്. അവൻ്റെ ദുഃഖകരമായ ക്ഷമാപണം അയാൾക്ക് എത്രമാത്രം കുറ്റബോധം തോന്നിയെന്ന് വ്യക്തമാക്കുന്നു. മത്സരത്തിൽ പരാജയപ്പെട്ടതിനെ തുടർന്ന് അവർക്ക് കടുത്ത അപമാനം നേരിടേണ്ടി വന്നു. They suffered abject humiliation after failing the competition. മത്സരം, കോമ്പറ്റീഷൻ. പരാജയപ്പെടുക, ഫെയിൽ. കടുത്ത അപമാനം, ആബ്ജെക്റ്റ് ഹ്യൂമിലിയേഷൻ. നേരിടേണ്ടി വന്നു, സഫേർഡ്. They suffered abject humiliation after failing the competition. മത്സരത്തിൽ പരാജയപ്പെട്ടതിനെ തുടർന്ന് അവർക്ക് കടുത്ത അപമാനം നേരിടേണ്ടി വന്നു. ആരോഗ്യം സംരക്ഷിക്കുന്നതിനായി തൻ്റെ മോശം ശീലങ്ങൾ അവൻ സത്യം ചെയ്ത് ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. ഹി ഡിസൈഡഡ് ടു അബ്ജൂർ ഹിസ് ബാഡ് ഹാബിറ്റ്സ് ഫോർ ദ സേക്ക് ഓഫ് ഹിസ് ഹെൽത്ത്. ആരോഗ്യം, ഹെൽത്ത്. മോശം ശീലങ്ങൾ, ബാഡ് ഹാബിറ്റ്സ്. സത്യം ചെയ്ത് ഉപേക്ഷിക്കുക, അബ്ജൂർ. തീരുമാനിക്കുക, ഡിസൈഡ്. തീരുമാനിച്ചു, ഡിസൈഡഡ്. ഹി ഡിസൈഡഡ് ടു അബ്ജൂർ ഹിസ് ബാഡ് ഹാബിറ്റ്സ് ഫോർ ദ സേക്ക് ഓഫ് ഹിസ് ഹെൽത്ത്. ആരോഗ്യം സംരക്ഷിക്കുന്നതിനായി തൻ്റെ മോശം ശീലങ്ങൾ അവൻ സത്യം ചെയ്ത് ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. അവൾ എല്ലാത്തരം അക്രമങ്ങളും ഉപേക്ഷിച്ച് സമാധാനപരമായ ഒരു പാത തിരഞ്ഞെടുത്തു. ഷീ അബ്ജൂർഡ് ഓൾ ഫോംസ് ഓഫ് വയലൻസ് ആൻഡ് ചോസ് എ പീസ്ഫുൾ പാത്ത്. ആക്രമങ്ങൾ, വയലൻസ്. സമാധാനപരമായ, പീസ്ഫുൾ. പാത, പാത്ത്. തിരഞ്ഞെടുക്കുക, ചൂസ്.
തെരഞ്ഞെടുത്തു ചോസ്. ഉപേക്ഷിക്കുക അബ്ജൂർ. ഷീ അബ്ജൂർഡ് ഓൾ ഫോംസ് ഓഫ് വയലൻസ് ആൻഡ് ചോസ് എ പീസ്ഫുൾ പാത്ത്. അവൾ എല്ലാത്തരം അക്രമങ്ങളും ഉപേക്ഷിച്ച് സമാധാനപരമായ ഒരു പാത തിരഞ്ഞെടുത്തു. ഇടിമിന്നലിനെ തുടർന്ന് കാട് മുഴുവൻ കത്തി നശിച്ചു. ദ എൻറ്റയർ ഫോറസ്റ്റ് വാസ് അബ്ലേസ് ആഫ്റ്റർ ദി ലൈറ്റ്നിങ് സ്ട്രൈക്ക്. ഇടിമിന്നൽ, ലൈറ്റ്നിങ് സ്ട്രൈക്ക്. കാട്, ഫോറസ്റ്റ്. മുഴുവനും, എൻറ്റയർ. കത്തി നശിക്കുക, അബ്ലേസ്. ദ എൻറ്റയർ ഫോറസ്റ്റ് വാസ് അബ്ലേസ് ആഫ്റ്റർ ദ ലൈറ്റ്നിങ് സ്ട്രൈക്ക്. ഇടിമിന്നലിനെ തുടർന്ന് കാട് മുഴുവൻ കത്തി നശിച്ചു. സന്തോഷ വാർത്ത കേട്ടപ്പോൾ അവൻ്റെ കണ്ണുകൾ ആവേശത്താൽ ജ്വലിച്ചു. ഹിസ് ഐസ് വെർ അബ്ലേസ് വിത്ത് എക്സൈറ്റ്മെൻറ്റ് വെൻ ഹി ഹേർഡ് ദ ഗുഡ് ന്യൂസ്. സന്തോഷ വാർത്ത, ഗുഡ് ന്യൂസ്. കേട്ടു, ഹേർഡ്. കണ്ണുകൾ, ഐസ്. ആവേശം, എക്സൈറ്റ്മെൻറ്റ്. ജ്വലിക്കുക, അബ്ലേസ്. ഹിസ് ഐസ് വെർ അബ്ലേസ് വിത്ത് എക്സൈറ്റ്മെൻറ്റ് വെൻ ഹി ഹേർഡ് ദ ഗുഡ് ന്യൂസ്. സന്തോഷ വാർത്ത കേട്ടപ്പോൾ അവൻ്റെ കണ്ണുകൾ ആവേശത്താൽ ജ്വലിച്ചു. അഗ്നിശമന സേന എത്തുന്നതിനു മുമ്പ് വീട് കത്ത് നശിച്ചിരുന്നു. ദ ഹൗസ് വാസ് അബ്ലേസ് ബിഫോർ ദ ഫയർ ഫൈറ്റേഴ്സ് അറൈവ്ഡ്. അഗ്നിശമന സേന, ഫയർ ഫൈറ്റേഴ്സ്. എത്തുക, അറൈവ്, എത്തി, അറൈവ്ഡ്. വീട്, ഹൗസ്. കത്തി നശിക്കുക, അബ്ലേസ്. ദ ഹൗസ് വാസ് അബ്ലേസ് ബിഫോർ ദ ഫയർ ഫൈറ്റേഴ്സ് അറൈവ്ഡ്. അഗ്നിശമന സേന എത്തുന്നതിന് മുമ്പ് വീട് കത്തി നശിച്ചിരുന്നു. എനിക്ക് 2 കാറുകളുണ്ട്. ഐ ഹാവ് 2 കാർസ്. ഉണ്ട് എന്ന അർത്ഥത്തിലാണ് ഇവിടെ ഹാവ് എന്ന് പറഞ്ഞ വേർഡ് ഉപയോഗിച്ചിരിക്കുന്നത്. ഐ ഹാവ് 2 കാർസ്. എനിക്ക് 2 കാറുകളുണ്ട്. ഞാൻ കുറേ നേരമായി കളിക്കുന്നു. ഐ ഹാവ് ബീൻ പ്ലേയിങ് ഫോർ എ ലോങ്. കുറേ നേരമായി, ഫോർ എ ലോങ്. കളിക്കുക, പ്ലേ. ഐ ഹാവ് ബീൻ പ്ലേയിങ് ഫോർ എ ലോങ്. ഞാൻ കുറേ നേരമായി കളിക്കുന്നു. അവൾ എല്ലാ ദിവസവും കഠിനാധ്വാനം ചെയ്യുന്നു. ഷീ വർക്ക്സ് ഹാർഡ് എവറി ഡേ. എല്ലാ ദിവസവും, എവറി ഡേ. വർക്ക്സ് ഹാർഡ്, കഠിനാധ്വാനം ചെയ്യുക. ഷീ വർക്ക്സ് ഹാർഡ് എവറി ഡേ. അവൾ എല്ലാ ദിവസവും കഠിനാധ്വാനം ചെയ്യുന്നു. നിന്നോട് എനിക്ക് ആദരവുണ്ട്. യു ഹാവ് മൈ അഡ്മിറേഷൻ. അഡ്മിറേഷൻ എന്ന വാക്കിൻ്റെ അർത്ഥം ആദരവ് അല്ലെങ്കിൽ മതിപ്പ് എന്നൊക്കെയാണ്. യു ഹാവ് മൈ അഡ്മിറേഷൻ. നിന്നോട് എനിക്ക് ആദരവുണ്ട്. നമ്മുടെ സൗരയൂഥത്തിൽ 9 ഗ്രഹങ്ങളുണ്ട്. അവർ സോളാർ സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് 9 പ്ലാനറ്റ്സ്. സൗരയൂഥം എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് സോളാർ സിസ്റ്റം. ഗ്രഹങ്ങൾ, പ്ലാനറ്റ്സ്. അവർ സോളാർ സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് 9 പ്ലാനറ്റ്സ്. നമ്മുടെ സൗരയൂഥത്തിൽ 9 ഗ്രഹങ്ങളുണ്ട്. ഉച്ച മുതൽ അവൾ കരയുകയാണ്. ഷി ഹാസ് ബീൻ ക്രൈങ് സിൻസ് നൂൺ. ഉച്ച മുതൽ, സിൻസ് നൂൺ. കരയുക, ക്രൈ. ഷി ഹാസ് ബീൻ ക്രൈങ് സിൻസ് നൂൺ. ഉച്ച മുതൽ അവൾ കരയുകയാണ്. ഭൂമി സൂര്യന് ചുറ്റും കറങ്ങുന്നു. ദി എർത്ത് റൊട്ടേറ്റ്സ് അറൗണ്ട് ദ സൺ. കറങ്ങുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് റൊട്ടേറ്റ്. ഭൂമി, എർത്ത്. സൂര്യൻ, സൺ. ദി എർത്ത് റൊട്ടേറ്റ്സ് അറൗണ്ട് ദ സൺ. ഭൂമി സൂര്യന് ചുറ്റും കറങ്ങുന്നു. പതുക്കെ സംസാരിക്കുക, സ്പീക്ക് സ്ലോലി. സംസാരിക്കുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് സ്പീക്ക്. സ്ലോലി, പതുക്കെ. സ്പീക്ക് സ്ലോലി, പതുക്കെ സംസാരിക്കുക. അവൾ 10 മിനിറ്റ് ഇവിടെ ഉണ്ടായിരുന്നു. ഷി ഹാഡ് ബീൻ ഹിയർ ഫോർ 10 മിനിറ്റ്സ്. എല്ലാ മൃഗങ്ങൾക്കും വെള്ളം ആവശ്യമാണ്. ഓൾ ആനിമൽസ് നീഡ് വാട്ടർ. മൃഗങ്ങൾ, ആനിമൽസ്. ആവശ്യമാണ്, നീഡ്. വെള്ളം, വാട്ടർ. ഓൾ ആനിമൽസ് നീഡ് വാട്ടർ. എല്ലാ മൃഗങ്ങൾക്കും വെള്ളം ആവശ്യമാണ്. അന്നു മുതൽ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഐ ഹാവ് ബീൻ സ്റ്റഡിങ് സിൻസ് ദെൻ. അന്നു മുതൽ, സിൻസ് ദെൻ. പഠിക്കുക, സ്റ്റഡി. ഐ ഹാവ് ബീൻ സ്റ്റഡിങ് സിൻസ് ദെൻ. അന്നു മുതൽ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു നായയ്ക്ക് എല്ലാ ദിവസവും ശുദ്ധജലം ആവശ്യമാണ്. എ ഡോഗ് നീഡ്സ് ഫ്രഷ് വാട്ടർ എവറി ഡേ. ആവശ്യമാണ് എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് നീഡ്. ശുദ്ധജലം, ഫ്രഷ് വാട്ടർ. എല്ലാ ദിവസവും, എവറി ഡേ. എ ഡോഗ് നീഡ്സ് ഫ്രഷ് വാട്ടർ എവറി ഡേ. ഒരു നായ്ക്ക് എല്ലാ ദിവസവും ശുദ്ധജലം ആവശ്യമാണ്. ഞാൻ ഒരു ബാങ്കിൽ ജോലി ചെയ്യുന്നു. ഐ ആം എംപ്ലോയിഡ് ബൈ എ ബാങ്ക്. ഈ സെൻറ്റൻസിൽ എംപ്ലോയി എന്ന വാക്കിൻ്റെ അർത്ഥം നിയമിക്കുക അല്ലെങ്കിൽ ജോലി ചെയ്യിക്കുക എന്നാണ്. ഐ ആം എംപ്ലോയിഡ് ബൈ എ ബാങ്ക്.
ഞാനൊരു ബാങ്കിൽ ജോലി ചെയ്യുന്നു. ഈ സെൻറ്റൻസ് ഐ വർക്ക് അറ്റ് എ ബാങ്ക് എന്നും പറയാം. അമ്മ 5 മണി മുതൽ വീട്ടിലുണ്ട്. മദർ ഈസ് അറ്റ് ഹോം സിൻസ് 5 o'clock. 5 മണി മുതൽ സിൻസ് 5 o'clock. മദർ ഈസ് അറ്റ് ഹോം സിൻസ് 5 o'clock. അമ്മ 5 മണി മുതൽ വീട്ടിലുണ്ട്. അവൻ ഈ രാജ്യത്തില്ല. ഹീ ഈസ് നോട്ട് ഇൻ ദിസ് കൺട്രി. രാജ്യം എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് കൺട്രി. ഹീ ഈസ് നോട്ട് ഇൻ ദിസ് കൺട്രി. അവൻ ഈ രാജ്യത്ത് ഇല്ല. ഞാൻ കുറേ ദിവസങ്ങളായി പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഐ ഹാവ് ബീൻ സ്റ്റഡിങ് ഫോർ മെനി ഡേയ്സ്. കുറേ ദിവസങ്ങളായി, ഫോർ മെനി ഡേയ്സ്. പഠിക്കുക, സ്റ്റഡി. ഐ ഹാവ് ബീൻ സ്റ്റഡിങ് ഫോർ മെനി ഡേയ്സ്. ഞാൻ കുറേ ദിവസങ്ങളായി, അല്ലെങ്കിൽ ഞാൻ കുറച്ച് ദിവസങ്ങളായി പഠിച്ചുകൊണ്ടിരിക്കുന്നു. ആരാണ് രോഗിയെ സുഖപ്പെടുത്തിയത്? ഹൂ വാസ് ദ വൺ ഹൂ ക്യൂർഡ് ദ പേഷ്യൻറ്റ്. രോഗി എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വാക്കാണ് പേഷ്യൻറ്റ്. ക്യൂർ, സുഖപ്പെടുത്തുക. ഹൂ വാസ് ദ വൺ ഹൂ ക്യൂർഡ് ദ പേഷ്യൻറ്റ്. ആരാണ് രോഗിയെ സുഖപ്പെടുത്തിയത്? ഏത് സമയത്താണ് നിങ്ങൾ പോകുന്നത്? വാട്ട് ടൈം ആർ യു ലീവിങ്. പോകുക, ലീവ്. വാട്ട് ടൈം ആർ യു ലീവിങ്. ഏത് സമയത്താണ് നിങ്ങൾ പോകുന്നത്? അത് സങ്കീർണമായിരിക്കണം. ഇറ്റ് മസ്റ്റ് ബി കോംപ്ലിക്കേറ്റഡ്. സങ്കീർണമായ എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് കോംപ്ലിക്കേറ്റഡ്. ഇറ്റ് മസ്റ്റ് ബി കോംപ്ലിക്കേറ്റഡ്. അത് സങ്കീർണമായിരിക്കണം. ഞാൻ പഠിക്കാനായി ഡൽഹിയിലേക്ക് പോകുകയാണ്. ഐ എം ഗോയിങ് ടു ഡൽഹി ഫോർ സ്റ്റഡി. പോകുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ഗോ. പഠിക്കുക, സ്റ്റഡി. ഐ എം ഗോയിങ് ടു ഡൽഹി ഫോർ സ്റ്റഡി. ഞാൻ പഠിക്കാനായി ഡൽഹിയിലേക്ക് പോകുകയാണ്. നിങ്ങൾ എവിടെ പോയി? വേർ ഹാവ് യു ഗോൺ. പോകുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ഗോ. വേർ ഹാവ് യു ഗോൺ. നിങ്ങൾ എവിടെ പോയി? ഞാൻ നിങ്ങൾക്കായി ഇത് ചെയ്തു. ഐ ഡിഡ് ഇറ്റ് ഫോർ യു. ചെയ്തു എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ഡിഡ്. ഐ ഡിഡ് ഇറ്റ് ഫോർ യു. ഞാൻ നിങ്ങൾക്കായി, അല്ലെങ്കിൽ ഞാൻ നിനക്കായി ഇത് ചെയ്തു. അവൻ ഇവിടെ വന്നത് പണത്തിനാണ്. ഹി കെയിം ഹിയർ ഫോർ മണി. വരിക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് കം. വന്നു, കെയിം. പണം എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് മണി. ഹി കെയിം ഹിയർ ഫോർ മണി. അവൻ ഇവിടെ വന്നത് പണത്തിനാണ്. ഇവ രണ്ടും ചില തരത്തിൽ സമാനമാണ്. ദീസ് ടു ആർ സിമിലർ ഇൻ സം വേയ്സ്. സമാനമാണെന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് സിമിലർ. ദീസ് ടു ആർ സിമിലർ ഇൻ സം വേയ്സ്. ഇവ രണ്ടും ചില തരത്തിൽ സമാനമാണ്. ഞാൻ 500 രൂപയ്ക്ക് ഒരു മൊബൈൽ കൊടുത്തു. ഐ ഗേവ് എ മൊബൈൽ ഫോർ 500 rupees. കൊടുത്തു എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ഗേവ്. ഐ ഗേവ് എ മൊബൈൽ ഫോർ 500 rupees. ഞാൻ 500 രൂപയ്ക്ക് ഒരു മൊബൈൽ കൊടുത്തു. ഏത് ദിവസവും മതിയാകും. എനി ഡേ വിൽ സഫിസ്. മതിയാകും എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് സഫിസ്. എനി ഡേ വിൽ സഫിസ്. ഏത് ദിവസവും മതിയാകും. ടീച്ചറുടെ നിർദ്ദേശങ്ങൾ അവർ ചെവിക്കൊണ്ടില്ല. ദേ ഡിഡ് നോട്ട് ലിസൺ ടു ദ ടീച്ചേഴ്സ് ഇൻസ്ട്രക്ഷൻസ്. നിർദ്ദേശങ്ങൾ എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ഇൻസ്ട്രക്ഷൻസ്. ചെവി കൊണ്ടില്ല, അല്ലെങ്കിൽ ശ്രദ്ധിച്ചില്ല എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ലിസൺ. ദേ ഡിഡ് നോട്ട് ലിസൺ ടു ദ ടീച്ചേഴ്സ് ഇൻസ്ട്രക്ഷൻസ്. ടീച്ചറുടെ നിർദ്ദേശങ്ങൾ അവർ ചെവി കൊണ്ടില്ല. അവർ എപ്പോൾ എത്തും? വെൻ വിൽ ദേ അറൈവ്. എത്തുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് അറൈവ്. വെൻ വിൽ ദേ അറൈവ്. അവർ എപ്പോൾ എത്തും? നിങ്ങളെ കണ്ടതിൽ സന്തോഷം. നമ്മൾ വീണ്ടും കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നൈസ് ടു മീറ്റ് യു. ഐ ഹോപ്പ് വി വിൽ സീ ഈച്ച് അതർ അഗെയിൻ. കാണുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് മീറ്റ്. നൈസ് ടു മീറ്റ് യു. നിങ്ങളെ കണ്ടതിൽ സന്തോഷം. ഐ ഹോപ്പ് വി വിൽ സീ ഈച്ച് അതർ അഗെയിൻ. നമ്മൾ വീണ്ടും കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ എത്ര നാൾ താമസിക്കാൻ ഉദ്ദേശിക്കുന്നു? ഹൗ ലോങ് ഡു യു ഇൻറ്റൻഡ് ടു സ്റ്റേ. ഉദ്ദേശിക്കുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ഇൻറ്റൻഡ്. ഹൗ ലോങ് ഡു യു ഇൻറ്റൻഡ് ടു സ്റ്റേ. നിങ്ങൾ എത്ര നാൾ താമസിക്കാൻ ഉദ്ദേശിക്കുന്നു. നാളെ ഞങ്ങൾ അതിനെക്കുറിച്ച് വീണ്ടും സംസാരിക്കാം. ഇപ്പോൾ എനിക്ക് പോകണം. We will talk about it again tomorrow. Now I have to go. സംസാരിക്കുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ടോക്ക്. We will talk about it again tomorrow. നാളെ ഞങ്ങൾ അതിനെക്കുറിച്ച് വീണ്ടും സംസാരിക്കാം. Now I have to go. ഇപ്പോൾ എനിക്ക് പോകണം. പോകുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് go. നമ്മൾ ഇതുവരെ പരിചയപ്പെട്ട ഡെയിലി യൂസ് ഇംഗ്ലീഷ് സെൻറ്റൻസസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഇംഗ്ലീഷ് സെൻറ്റൻസസ് നിങ്ങളുടെ ഡെയിലി കമ്മ്യൂണിക്കേഷനിൽ ഉപയോഗിക്കുക. അങ്ങനെ നിങ്ങളുടെ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ ഈസി ആക്കുക, നന്നാക്കുക. അടുത്ത വീഡിയോയിൽ പുതിയ ഡെയിലി യൂസ് ഇംഗ്ലീഷ് സെൻറ്റൻസസ് പരിചയപ്പെടാം. അണ്ടിൽ ദെൻ ബൈ.